ഹൈക്കോടതി തള്ളിക്കളഞ്ഞ 80-20 അനുപാതത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള TN പ്രതാപൻ MPയുടെ ലേഖനം വിവാദമാകുന്നു. ജമായത്ത് ഇസ്ലാമി പ്രസിദ്ധീകരണമായ മാധ്യമത്തിലാണ് തെറ്റിദ്ധാരണ പരത്തുന്നതും അടിസ്ഥാനരഹിതവുമായ ന്യായീകരണങ്ങളുമായി ജനപ്രതിനിധിയുടെ ലേഖനം. വിദ്വേഷക്കണിക്കെതിരെ സമുദായ നേതൃത്വങ്ങൾ സംവദിക്കണമെന്ന പേരിലാണ് മാധ്യമം ദിനപത്രത്തിൽ ജനപ്രതിനിധിയായ TN പ്രതാപന്റെ വിവാദ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ വിവാദമായ 80-20 അനുപാതത്തെ ന്യായീകരിക്കുകയും ഇക്കാര്യത്തിൽ സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നതാണ് ലേഖനം. 80-20 അനുപാതം അനീതിയാണെന്ന് പറഞ്ഞു പരത്തുന്നത് സംഘപരിവാറിന്റെ നീക്കമാണെന്ന് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ക്രൈസ്തവ സഭയും സംഘടനകളും നാളുകളായി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് MP എന്നാണ് വിമർശനമുയരുന്നത്. മാത്രമല്ല, വർഷങ്ങളായി തുടരുന്നത് അനീതിയാണെന്ന് കോടതി ശരിവെച്ചിട്ടും അനീതിക്കായി വാദിക്കുന്ന MPയുടെ നിലപാട് സംശയകരമാണെന്നും ഇവർ ആരോപിക്കുന്നു. മുസ്ലിങ്ങൾക്കായി അനുവദിച്ച സ്കോളർഷിപ്പിൽ 20% മറ്റ് വിഭാഗങ്ങൾക്കായി പങ്കുവച്ചത് സതുദ്ദേശപരം മാത്രമാണെന്ന് വാദിക്കുന്ന ലേഖനത്തിൽ കോടതി വിധി ജസ്റ്റിസ് കോശി കമ്മീഷന്റെ സാധുതയും ചോദ്യം ചെയ്യുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആനുകൂല്യങ്ങൾ മുസ്ലിം സമുദായത്തിന് മാത്രം 80% മാറ്റിവെക്കുന്നതിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ വഴിതിരിച്ചുവിടാനും മറച്ചുവെക്കാനുമാണ് MP ലേഖനത്തിൽ ശ്രമിക്കുന്നതെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. നീതി നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങേണ്ട ജനപ്രതിനിധി ഒരു വിഭാഗത്തിന്റെ അനീതിക്ക് വേണ്ടി വാദിക്കുന്നത് അപഹാസ്യമാണെന്നും വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനോടൊപ്പം മദ്രസാധ്യാപകർക്ക് നൽകുന്ന സഹായങ്ങൾ ക്ഷേമനിധിയിൽ നിന്നുമാണെന്ന് വ്യക്തമാക്കാനും MP മറന്നില്ല. എന്നാൽ മറ്റു മതവിഭാഗങ്ങളിലെ മതപഠനത്തിനും ശുശ്രൂഷകർക്കും എന്ത് ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ മുതിരാത്ത TN പ്രതാപൻ ഒരു വിഭാഗത്തിനു വേണ്ടി വാദിക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. അനീതിക്കെതിരെയുള്ള വാദങ്ങളെല്ലാം സംഘപരിവാറിന്റെ സൃഷ്ടിയാണെന്ന് ആവർത്തിക്കുന്ന പ്രതാപൻ മറ്റു മതവിഭാഗങ്ങളുടെ ആവശ്യങ്ങളോട് കണ്ണടക്കുകയാണെന്നും സമൂഹമാധ്യമങ്ങളിൽ ആരോപണമുയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഷെഗന ന്യൂസ്.